ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സയൻസ് ആണ്. ഇതൊരു മൂൺ കാർഡാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ ആരോടും പറയാനും ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അതൊരു നിങ്ങളത് ചിലപ്പം ഡിവൈന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം, ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ ഫലം ദൈവം തരട്ടെ. എനിക്ക് ആരോടും ചോദിക്കാനും പറയാനും ഒന്നുമില്ല, ആരോടും ഡിസ്കസ് ചെയ്യാനും ഇല്ല. അപ്പോൾ ദൈവം തരട്ടെ ഇതിൻ്റെ മറുപടി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും ഒരു മെഡിറ്റേഷൻ്റെ മൂഡുള്ള ആൾക്കാരാണ്ട് പൂർണ്ണമായും ഒരു സൈലൻസിലേക്ക് പോകുന്ന ആൾക്കാർ, അത് അവനവനിലേക്ക് തന്നെ നോക്കുന്ന ആൾക്കാർ, നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു സമയം, ശരിക്കും ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയാം. കുറേ തിരിച്ചറിവ് ചെയ്തൊരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ സൈലൻസിലിരിക്കുന്നത്. ഒന്നും ഒരു ഇതും ഇല്ലാതെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവനവൻ്റെ ഉള്ളിലേക്ക് എന്നെ നോക്കി വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം കുറേ ആൾക്കാർ. ചിലപ്പോൾ പറ്റുന്നില്ലെങ്കിലും അത് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സ്ലോയിങ് ഡൗൺ ആണ്. അപ്പം ഇതിൽ നിങ്ങളൊന്ന് ഈ പൊക്കോണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പതിയെ ഒന്ന് നിങ്ങളുടെ പ്രവർത്തികളൊന്ന് കുറച്ച് സ്ലോ ഡൗൺ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ അങ്ങനെ സ്ലോ ഡൗൺ ആക്കുമ്പോഴാണ് നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്താൽ ഒന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്ന് നിങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പോകുന്ന വഴി ശരിയാണോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, എൻ്റെ വാക്കുകൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഞാൻ സംസാരിക്കുന്ന ടോണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നു എന്നൊക്കെ പറയാം. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയമാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് കുറേ ആൾക്കാരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ഇപ്പം നിങ്ങളിലേക്ക് നോക്കി നിങ്ങൾക്ക് മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റുന്നു. അപ്പം നമ്മുടെ തന്നെ സ്വഭാവത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടും മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് അത് പതിയെ മാറ്റാനുള്ള ഒരു ഇതിലായിരിക്കാം. അതാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ടോണുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ലതാണ് പറഞ്ഞാലും ചിലപ്പോൾ അവർക്കത് കേൾക്കുന്നത് അത്ര നല്ലതായിട്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മളുടെ വോയിസ് മോഡുലേഷൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, സംസാര രീതി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, ശബ്ദത്തിന് കുറച്ച് ഒരു മയം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അവനവനിലേക്ക് തന്നെ ഒന്ന് നോക്കുന്ന ആൾക്കാരാണ്. ഹീലിംഗ് നടക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിനകത്ത് ഹാർട്ട് ചക്രയുണ്ട്, മണിപൂരക ചക്രയുണ്ട്, തകിടൈ ചക്രയും വിശുദ്ധിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ചക്രാസ് എല്ലാം ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ
ഈ മണിപൂര ചക്രം ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആകും, ദേഷ്യം വരും, നിങ്ങൾക്ക് മണി ബ്ലോക്ക്സ് ഉണ്ടാകും. എല്ലാ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസും ഈ മണിപൂരകത്തിലാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പം മുതലുള്ളതല്ല, പാസ്റ്റിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനെ ആ ഒരു പൊക്കിൾ കൊടിയിലാണ്, പൊക്കിൾ എന്ന് ആ നാഭിയിലുള്ള ആ ചക്രത്തിലാണ്. കാരണം നമ്മളുടെ അമ്മയുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാകുന്നത് നമ്മളുടെ നാഭിയിലൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ ഇമോഷൻസ് പോലും നമ്മളെ ബാധിക്കും. അപ്പോൾ ഈ പ്രഗ്നൻസി ഉള്ള ആൾക്കാരത് അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. എപ്പോഴും നല്ല മനസമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞിനും ആ ഒരു ഇമോഷൻസാണ് കിട്ടണത്. അവരും ഒരു നല്ല കാമായിരിക്കും. നമ്മൾ അഗ്രസീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആയ ലേഡീസൊക്കെ ശരിക്കും ദേഷ്യപ്പെടാനൊന്നും പാടില്ല, നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ആ കുഞ്ഞിനും കിട്ടുന്നത്. അപ്പം ഒന്നുകിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് വേണമായിരിക്കാം. നിങ്ങളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ഈ ഒരു സമയം ഉണ്ടായിരിക്കും, ഈ സമയം വരെയും ഉണ്ടായിരിക്കും. പാസ്റ്റിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു മണിപൂര ചക്രം ഹീൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ തീരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഹാർട്ട് ചക്ര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ചക്രയാണ്. അപ്പോൾ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർ സ്നേഹം കിട്ടാതിരുന്നതായിരിക്കാം. ഇപ്പോൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ പോലും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു സ്നേഹമൊന്നും അനുഭവിക്കാതെ വളർന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, സങ്കടം, ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സങ്കടമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ സ്നേഹം ഒരുപാട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ചക്രയാണുള്ളത്. നിങ്ങൾ ഒരുപാട് സ്നേഹം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ തേർഡ് ഐ ആക്ടിവേഷനുള്ള ആ ഒരു എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ത്രോട്ട് ചക്രയും ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. കൃത്യമായിട്ടും ചക്ര മെഡിറ്റേഷൻ ചെയ്ത് 21 ഡേയ്സ് കൃത്യമായിട്ട് ചെയ്യുക. ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ചക്ര എല്ലാം ആക്റ്റീവ് ആക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം ആ കുണ്ടലിനി റൈസ് ആക്കാൻ. അപ്പോൾ നിങ്ങൾ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയും ജപവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുണ്ടലിനി റൈസ് ആകും. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യണത് ഇത് കുണ്ടലിനി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസ് ചെയ്യും, അല്ലെങ്കിൽ തേർഡ് ഐ ഓപ്പൺ ആക്കാനുള്ള എക്സർസൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ മാനസികമായി ഒരു പക്വതയിൽ എത്താതെ ആയിരിക്കും ഈ ഒരു എക്സർസൈസ് ചെയ്ത് നിങ്ങൾ കുണ്ടലിനി റൈസ് ചെയ്യാൻ നോക്കുന്നത്. എപ്പോഴും അത് മനസ്സിലാക്കുക. നമ്മൾ ഒരു പക്വത എത്തണം. നമ്മുടെ സോളിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ആരും അറിയാതെ തന്നെ, നമ്മളറിയാതെ തന്നെ നമ്മളുടെ ആ കുണ്ടലിനി ശക്തി ഉണർന്നോളും. അതിൽ നമ്മൾ ഒരു എക്സർസൈസും ചെയ്യാതെ തന്നെ ചെയ്യും. അത് നമ്മളൊരു പക്വത എത്തിയെന്ന് ദൈവത്തിന് തോന്നുന്ന സമയം, നമ്മുടെ സോളിന് തോന്നുന്ന സമയമാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാരും ചെയ്യണത് നമ്മൾ കുണ്ടലിനി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറേ എക്സർസൈസ് ചെയ്യും. പക്ഷെ നമ്മൾ ഒരിക്കലും കുണ്ടലിനി നമ്മുടെ ശരീരത്തിൽ ഉള്ള ആ ഒരു ശക്തി മുകളിലേക്ക് ഉയരാനുള്ള പക്വത, മാനസികമായ പക്വത നമുക്കില്ലാതെ അത് ചെയ്തു കഴിയുമ്പോഴാണ് ഡിപ്രഷൻ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് മതത്തിലാണോ, നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ഉള്ളത് അതനുസരിച്ചുള്ള ശക്തമായ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം നമ്മളുടെ സോളിന് മനസ്സിലാകും നിങ്ങൾക്ക് കുണ്ടലിനി ഉണരാറായി എന്ന്. ആ സമയത്ത് നിങ്ങൾ പോലും അറിയാതെ അത് ചെയ്തോളും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. കുറേ ആൾക്കാർ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, കുറേ ആൾക്കാർ നിങ്ങൾ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഹീലിംഗ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. റിബലാണ്. ഇതിൽ കുറേ ചങ്ങലകളൊക്കെ പൊട്ടിക്കാനുള്ള സമയമായി എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക്. ചിലപ്പോൾ അത് സമൂഹത്തിൻ്റെ ചങ്ങലകളായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ആയിരിക്കാം, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങളായിരിക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് പറ്റൂല, എനിക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള കുറേ
വിശ്വാസങ്ങളുണ്ടല്ലോ നമുക്ക്, അത് നമ്മളുടെ കുഞ്ഞിലേ മുതലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചമർത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ കാര്യങ്ങളായിരിക്കും. നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാൻ ഒരു വിശ്വാസമില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാതിരിക്കുന്നൊരവസ്ഥ. അതിൽ നിന്നും നിങ്ങൾ മാറാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കാലിലുള്ള ചങ്ങലകളൊക്കെ നിങ്ങൾ മാറ്റുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ ഒരു തീയുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് കണ്ടില്ലല്ലോ, ഇത് നിങ്ങളുടെ ചിന്തകളിൽ ഒരു തീയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരാളല്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ട്. ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. അപ്പോൾ അത്രയും ധൈര്യം മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതൊന്നുമല്ല എൻ്റെ ജീവിതം, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നൊരു സ്വയം ഒരു ബോധം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് പറയാം. ലെറ്റിംഗ് ഗോയാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും പാസ്റ്റിലുള്ള വിഷമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളത് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, വിട്ടുകളയുന്നതാണ് നല്ലത്. അങ്ങനെ വിട്ടുകളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പലരും പറയുന്നത് കേൾക്കാം, എനിക്കത് മറക്കാൻ പറ്റണില്ല, എനിക്കത് വിട്ടുകളയാൻ പറ്റണില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിട്ടുകളഞ്ഞേ പറ്റുള്ളൂ. നമ്മളത് ഈ വേദനകളെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുന്നിടത്തോളം നമ്മൾ തന്നെയാണ് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ നമ്മളെ വേദനിപ്പിച്ച് നമ്മളുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരം കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ സോൾ നമ്മളെ വിട്ടു പോണത്. നമ്മുടെ സോളിന് ആഗ്രഹമില്ല നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കണമെന്നൊന്നും സോളിന് ഇഷ്ടമല്ല അത്. പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും ചിലപ്പം സ്വയം തോന്നും ഇത് വേണ്ട, ഇത്രയും വിഷമിക്കേണ്ട. ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ നമ്മളെ അറിയിക്കും വേണ്ട, ഇത് ഇങ്ങനെ മാറണം, ഇത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സോൾ തന്നെ നമുക്ക് എതിരാകും. കാരണം കുറേയൊക്കെ ക്ഷമിച്ചതിന് ശേഷം അത് നമുക്ക് വേറെ കുറേ എക്സ്പീരിയൻസ്, നെഗറ്റീവായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് തരും. അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റ് വിട്ടുകളയാൻ ശ്രമിക്കുക, ലെറ്റ് ഗോ ചെയ്യുക, അത് വിട്ടുകളയുക. പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും നിന്നുള്ളൊരു പാഠം മാത്രം ഉൾക്കൊണ്ടാൽ മതി. നിങ്ങൾ വിട്ടുകളയുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ബിയോണ്ട് ഇല്യൂഷനാണ്. നിങ്ങൾ ആ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ കാണുന്ന കുറേ ആൾക്കാരുടെയും ഒരു എക്സർസൈസും ചെയ്യാതെ അവരൊക്കെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്കൊരു ബോധത്തിലേക്ക് വരുന്നൊരു സമയം തന്നെയാണിത് കേട്ടോ. ട്രാൻസ്ഫോർമേഷനാണ്. ഒരു പരിവർത്തനം നടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ചിലപ്പോൾ ഈ ഒരു സമയം ആയിരിക്കും നിങ്ങൾ ആ ഒരു ശരിക്കും സ്പിരിച്വാലിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയം ഇപ്പോഴായിരിക്കാം. അതുകൊണ്ടാണ് ഈ തേർഡ് ഐ ഒക്കെ നിങ്ങൾ പോലും അറിയാതെ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അതങ്ങനെയാണ് ചെയ്യാനും. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് തേർഡ് ഐ ആക്റ്റീവ് ആകുന്നുണ്ട്, പല കാര്യങ്ങളും ഇൻഡ്യൂഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തേർഡ് ഐ ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നത്. അപ്പോൾ അത് ഈ തേർഡ് ഐ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ത്രാടകം പോലെയുള്ള എക്സർസൈസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് തേർഡ് ഐ ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ ഇൻഡ്യൂഷനുള്ള ആൾക്കാരാണ് ഈ ടാരോ റീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്, എല്ലാം ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴാണ്, ഇൻഡ്യൂഷൻ കിട്ടുന്ന ആൾക്കാർ ചെയ്യുമ്പോഴാണ് അതിനെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇൻഡ്യൂഷനുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. ട്രസ്റ്റാണ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസേർവ് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. ശരിക്കും ഒരു ഭാരവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, അതൊന്നും നമ്മളുടെ ഹൃദയത്തിലേക്ക് എടുത്ത് വലിയൊരു ഭാരമാക്കി നമ്മൾ കൊണ്ടു കിടക്കരുത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ശരിക്കും ഒരു ദീർഘനിശ്വാസം വിടുമ്പം നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറയും. അപ്പം നമ്മുടെ ഹൃദയത്തിലാണ് ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ശരിക്കും വിഷമവും വേദനയൊക്കെ ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അത്
ഹൃദയത്തിൽ അത് താങ്ങാൻ പറ്റാതാകുന്ന സമയത്താണ് അത് നമുക്കെതിരെ തന്നെ ആകണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആകാതിരിക്കുക. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ ശ്വാസം എടുത്ത് അത് റിലീസ് ചെയ്ത് കളയാൻ നോക്കുക. ഹൃദയത്തിലൂടെ നിങ്ങൾ ശ്വാസം എടുക്കുക, എന്നിട്ട് അത് റിലീസ് ചെയ്ത് കളയാൻ നോക്കുക. എന്നിട്ട് നമുക്ക് നല്ലത് തന്നെ വരും. നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് നല്ലത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സക്സസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ജീവിതത്തിൽ തന്നെ പറ്റും. പാസ്റ്റും അടുത്ത ജന്മമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പാസ്റ്റ് ലൈഫ് ഉണ്ടോ എന്ന് വെച്ചാൽ അത് ഉണ്ട്, സത്യമാണ്. ഇനിയും ജന്മങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് സത്യമാണ്. പക്ഷെ നമ്മൾ ആകെ ഉള്ളത് നമ്മുടെ പ്രസൻറ്റിലാണ് നമ്മൾ ഉള്ളത്. അപ്പം നമുക്ക് ഈ വല്ലതും ചെയ്യാൻ പറ്റുന്നത് പ്രസൻറ്റിലാണ്. നമുക്ക് ഇനി പാസ്റ്റിലും പോയി ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനൊക്കെ തിരക്കിയിരിക്കാതെ നമ്മൾ ഈ ഒരു സമയം നമ്മളുടെ മുന്നിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും, അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് മാറ്റാൻ ശ്രമിക്കുക. ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. കോംപ്രമൈസാണ്. ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുക, നമ്മളോട് തന്നെ ചെയ്യുക. നമ്മളെയാണ് പല കാര്യങ്ങളും നമ്മളോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളോട് തന്നെ ചോദിച്ച് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. ചിലപ്പം മറ്റുള്ളവരോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ചില കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടാത്തത്, അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.